5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മന്ത്രിപ്പട വരുന്നുണ്ട്. നിലമ്പൂരിലേക്ക് 10 മന്ത്രിമാരുടെ സ്റ്റേറ്റ് വണ്ടിയാണ് അടുത്ത ദിവസങ്ങളിൽ ചീറിപ്പായാൻ പോകുന്നത്. നിലമ്പൂരിലേക്ക് മുഖ്യമന്ത്രി പോകുന്നുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ അങ്ങോട്ട് പോകുന്നുണ്ട്, കപ്പിത്താൻ പോകുന്നുണ്ട്. കപ്പിത്താൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കപ്പിത്താൻ്റെ കൂടെയുള്ള മറ്റ് മന്ത്രിമാരും 10ഓളം മന്ത്രിമാരെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി MLA മാർ അവിടെ പോയി കഴിഞ്ഞു. 12 കോടി രൂപ ഇലക്ഷൻ കമ്മീഷന് ആവശ്യം വരുന്ന കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന് ചെലവ് വരുന്നു. ഈ മന്ത്രിമാർ പോകുന്നവർക്കെല്ലാം ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം. അവർക്ക് ആവശ്യമായ ഭക്ഷണമായി, മറ്റ് സൗകര്യങ്ങളായി, വണ്ടിയുടെ ഡീസലായി, പെട്രോളായി, മറ്റ് ഇന്ധനങ്ങളായി എല്ലാം കൂടി കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് നഷ്ടമാകുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന്, പിന്നെ ഇലക്ഷൻ നിരീക്ഷകർക്ക് എല്ലാം കൂടി 20-25 കോടി രൂപയാണ് നമ്മൾ ഈ ഒരു 9-10 മാസത്തേക്ക് വേണ്ടി നിലമ്പൂരിലേക്ക് വാരി എറിയുന്നത്. ഇലക്ഷൻ കമ്മീഷന് തന്നെ 12 കോടി രൂപയാവുമെന്നാണ് പറയുന്നത്. അവിടെ 10ഓളം മന്ത്രിമാരാണ് അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇപ്പുറത്തെടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പിന്നെ അദ്ദേഹം കണ്ണൂർക്കാരനാണ്. അദ്ദേഹത്തിന് മലപ്പുറത്തോട്ട് പോകാൻ വലിയ പ്രയാസമില്ല. വരണ വഴിക്കോ തിരുവല്ലൊന്ന് ഇറങ്ങി അങ്ങോട്ടൊന്ന് കറങ്ങി പോയാൽ മതി, അല്ലെങ്കിൽ നിലമ്പൂർ വഴി ഒന്ന് കറങ്ങി വന്നാൽ മതി. കണ്ണൂരിൽ നിന്ന് നിലമ്പൂർ വരാൻ എളുപ്പമാണല്ലോ. അപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ KPCC പ്രസിഡന്റുണ്ട്, നമ്മുടെ മുരളീധരനുണ്ട്, വലിയ നേതാക്കൾ. പിന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. വലിയ നേതാക്കളാണ് അവിടേക്ക്. ഒരു പടയാണ് കോൺഗ്രസിന് വരാൻ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ BJPക്കാണെങ്കിൽ അൽഫോൺസ് കണ്ണന്താനം പോയി കഴിഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ ചിലപ്പോൾ ഇനി കേന്ദ്രമന്ത്രിമാർ വരും, ജോർജ് കുര്യൻ അവിടെ ഉണ്ട്. അപ്പോൾ വലിയ പടയാണ് BJPക്ക്. കുമ്മനം രാജശേഖരൻ വലിയ പടയാണ് BJPക്കും അങ്ങോട്ട് പോകുന്നത്. ജോർജ് കുര്യൻ അവിടെ ഉണ്ട്. അങ്ങനെ വലിയ പടയാണ് എല്ലാ ഭാഗത്തുനിന്നും അങ്ങോട്ട് ചെല്ലുന്നത്. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്സുകാരനും വെറുതെ ഇരിക്കുന്നില്ല. PV അൻവറും അപ്പുറത്ത് തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ കരിക്കെങ്കിലും ഉടയ്ക്കണ്ടേ, അവർക്ക് വേണ്ടിയും വരുന്നു. ക്രിക്കറ്റ് താരവും MP മാരും ഒക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ ഇറങ്ങുന്നു. അങ്ങനെ ചുരുക്കത്തിൽ വലിയ പടയാണ്. ഇതിനിപ്പോൾ നിലമ്പൂർക്കാർ എന്തായാലും ഭാഗ്യമുള്ളവരാണ്. സാധാരണ അവർക്കൊരു മന്ത്രിയൊക്കെ ഒന്ന് അടുത്ത് കാണാനോ മന്ത്രിയുടെ പ്രസംഗം കേൾക്കാനൊന്നും കഴിയുകയില്ല. ഇതിപ്പോൾ ഏത് വീട് ചെന്നാലും മുട്ടിന് ചെന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തേങ്ങ ഇട്ടേക്കും പോലെയാണ് MLA മാരും മന്ത്രിമാരും പഞ്ചായത്തിൻ്റെ ആളുകളും. തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടെ പോകുന്നുണ്ട്. എല്ലാ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും പോകും. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം, ജില്ലാ സെക്രട്ടറിമാർ, എല്ലാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാരൊക്കെ അവിടെ പോയി മുട്ടിന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. വലിയ സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തൊരു സുഖമാണ്. നമ്മുടെ വീട്ടിൽ എത്ര പ്രാവശ്യമായിരിക്കും നേതാക്കൾ വരുന്ന അവർ കൊച്ചിനെ എടുക്കുന്നു, കുഞ്ഞിന് പാല് കൊടുക്കുന്നു, അവർ പിന്നെ അമ്മുമ്മയെ തടവുന്നു, അമ്മുമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നു, കുഞ്ഞുങ്ങളുടെ മൂക്കളെ ഉണ്ടെങ്കിൽ തുടച്ചു കളയുന്നു, അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നു, അപ്പച്ചനോട് കാര്യം പറയുന്നു, ചേട്ട, അണ്ണ, മാമ, മച്ചമ്പി, അളിയ, താത്ത, ഇക്ക എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സ്നേഹമായിരിക്കുന്നല്ലേ. ഇത് സ്നേഹത്തിൻ്റെ പാലൊഴുകുന്ന ഒരു സമയമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ എല്ലാ ആവശ്യങ്ങളും നിവർത്തി കൊടുക്കാം, പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാം, റോഡ് പണി ഇപ്പോൾ ചെയ്തു തരാം, സകല വർക്കും ഇപ്പോൾ തീർത്തു തരാം എന്ന് പറയുന്ന മധുര സുന്ദര മനോജ്ഞമായ മോഹന വാഗ്ദാനങ്ങളുടെ ഒരു കാലഘട്ടമാണ് അവിടെ. അപ്പോൾ ഈ മന്ത്രിമാരെല്ലാം ചെല്ലുമ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം പിടിച്ചോണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപേക്ഷകളോ മറ്റു കാര്യങ്ങളോ പെൻഡിങ് ഉണ്ടെങ്കിൽ ഇപ്പം പിടിച്ച് കയ്യോടൊപ്പിട്ട് വാങ്ങിച്ചോണം. കാരണം ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേട്ടന്മാരെ കിട്ടത്തിൽ അപേക്ഷ കൊടുക്കാൻ പറയും, അത് കറങ്ങും നമ്മുടെ സംവിധാനത്തിൽ. അതിനേക്കാൾ ഇപ്പം തന്നെ ഇത് പിടിച്ചോണം. എന്തായാലും മന്ത്രിപ്പട അങ്ങോട്ട് വരുന്നുണ്ട്. MLA പട വന്നു കഴിഞ്ഞു. മറ്റ് പാർട്ടികളുടെ ഓരോ പാർട്ടികളുടെയും വലിയ നേതാക്കളെല്ലാം കൂടി ഇതാ നിലമ്പൂരിനെ ലക്ഷ്യമാക്കി വരുന്നു. നിലമ്പൂരിൻ്റെ മണ്ണിനും വെള്ളത്തിനും വായുവിനുമെല്ലാം രോമാഞ്ചമുണ്ടാവുകയാണ്. അത്രമാത്രം അധികാര കേന്ദ്രങ്ങളാണ് നിലമ്പൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു 8-10 ദിവസം കൂടി നിലമ്പൂര് നമുക്ക് കാണാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പടയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ പട തന്നെയാണത്.